ജനദ്രോഹപരമായിട്ടുള്ള വന നിയമ ഭേദഗതി ബില്ല് അത് ഇപ്പോൾ നിലവിൽ വരാൻ പോവുകയാണ്. പിതാവേ, സിറോ മലബാർ സഭയുടെ കാഴ്ചപ്പാട് അതുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാമോ? വർഷങ്ങളായി നാം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നൊരു കാര്യമാണ് വനം വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യണം എന്നുള്ളത്. ഈ നിയമം ഭേദഗതി ചെയ്യണമെന്നാവശ്യപ്പെടാനുള്ള കാരണം നിലവിലുള്ള നിയമം കർഷക ദ്രോഹപരമാണ് എന്നും കർഷകൻ്റെ അവകാശങ്ങളെ സംരക്ഷിക്കുന്ന നടപടികളൊന്നും ഈ നിയമത്തിലില്ല എന്നുള്ളത് കൊണ്ടാണ്. പക്ഷേ ഈ നിയമം കർഷകനേറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഈ നിയമ ഭേദഗതിയുടെ കരടുരൂപം പുറത്തു വന്നപ്പോൾ നിലവിലുള്ള നിയമത്തെക്കാളും ക്രൂരവും കിരാതവുമായിട്ടാണ് ഈ നിയമം ഭേദഗതി ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്ന് കാണുന്നത് അങ്ങേയറ്റം ദുഃഖകരമാണ്. വനത്തിലെ വന്യജീവികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കണമെന്നും വനാതിർത്തി സംരക്ഷിക്കപ്പെടണം എന്ന കാര്യത്തിൽ ഇവിടെ ആർക്കും തർക്കമില്ല. ആ കാര്യത്തിൽ കർഷകർ എപ്പോഴും പ്രതിജ്ഞാബദ്ധരാണ് താൻ. എന്നാൽ കർഷകരെ സാമൂഹ്യദ്രോഹികളും ശത്രുക്കളുമായി കരുതുന്ന ഒരു മുൻധാരണ ഈ ബില്ലിൻ്റെ നിർമ്മാണത്തിൻ്റെ പിന്നാമ്പുറത്തുണ്ട് എന്ന് സംശയിച്ചാൽ കുറ്റം പറയാനാവില്ല. കാരണം ഇവിടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് മാത്രമല്ല, ഫോറസ്റ്റിലെ ബീറ്റ് പോലീസുകാർക്ക് പോലും ഏതൊരു കർഷകനെയും വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്യാനും മർദ്ദിക്കാനും തടവിൽ വയ്ക്കാനുമുള്ള അധികാരം കൊടുത്തുകൊണ്ട് കർഷകരെ ഒരുതരം സാമൂഹ്യ ദ്രോഹികളായി ചിത്രീകരിക്കുന്നു എന്നുള്ളതാണ് ഈ ബില്ലിൻ്റെ അടിസ്ഥാനപരമായ നയവൈകല്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വനപാലകരുടെ ദൗത്യമെന്ത് എന്നുള്ളതിനെക്കുറിച്ച് ഇവിടെ യാതൊരു സൂചനയുമില്ല. വനാതിർത്തി സംരക്ഷിക്കുക, വന്യമൃഗങ്ങളെ വനാതിർത്തിക്കുള്ളിൽ ഒതുക്കി നിർത്തുക, വനാതിർത്തി വിട്ട് വന്യമൃഗങ്ങൾ കർഷക ഭൂമിയിലേക്ക് ഇറങ്ങി കൃഷിനാശമുണ്ടായാൽ ആരാണ് ഉത്തരവാദികളായിരിക്കുന്നവർ? അതിൽ വനപാലകർക്കുള്ള ഉത്തരവാദിത്വം എന്ത്? ഈ വന്യജീവികൾ ജനവാസ മേഖലയിൽ ഇറങ്ങി ദ്രോഹം ചെയ്യുകയും ജീവഹാനി വരുത്തുകയും ചെയ്താൽ വനപാലകർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കുക തുടങ്ങിയവയാണ് കർഷകർ ഈ കാലഘട്ടത്തിൽ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന ന്യായമായ കാര്യങ്ങൾ. എന്നാൽ കർഷകൻ്റെ ഇത്തരം ആവശ്യങ്ങളെക്കുറിച്ചും വനപാലകരുടെ ഉദാസീനതകളെയും നിരുത്തരവാദപരമായ നീക്കങ്ങളെയും തിരുത്താനുള്ള നടപടികളെയും കുറിച്ച് യാതൊരു സൂചനകളും ഈ ബില്ലിലില്ല എന്ന് മാത്രമല്ല, കർഷകർ ഏതെല്ലാം വിധത്തിൽ ഉപദ്രവിക്കപ്പെടാനാവുമോ ആ വിധങ്ങളിലെല്ലാം അവരെ ദ്രോഹിക്കുക എന്നുള്ളതാണ്. കൃഷിഭൂമിയിൽ നിന്ന് ഏതെങ്കിലും വസ്തുക്കൾ ഒഴുകി വനമേഖലയിൽ എത്തിയാൽ അതിന് കർഷകരെ പീഡിപ്പിക്കാൻ വകുപ്പിൽ വ്യവസ്ഥ ചെയ്യുന്ന ഈ വന്യജീവി സംരക്ഷണ നിയമം ആത്യന്തികമായി നിലവിലുള്ള കാലഹരണപ്പെട്ട നിയമത്തെക്കാളും വന്യവും കിരാതവുമാണ്. അതുകൊണ്ട് ഈ നിയമ ഭേദഗതി ജനദ്രോഹപരമാണ് എന്നും ഇത് പിൻവലിച്ച് കർഷകരുടെ കൂടി വിചാരങ്ങളും വികാരങ്ങളും മാനിച്ചുകൊണ്ടുള്ള നിയമ ഭേദഗതി നടപ്പിൽ വരുത്തണമെന്നുമാണ് ഞങ്ങൾക്ക് സർക്കാരിനോട് പറയാനുള്ളത്.